സോ ഇവിടുത്തെ 3 ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലുകൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലുകൾ ഏതൊക്കെയാണ്? അപ്പൊ നമുക്കറിയാം പൗളിംഗ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ ഉണ്ട്, മുള്ളിക്കൺ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ ഉണ്ട്, ആൽഫ്രഡ് റോക്കെ, അങ്ങനെ 3 നെഗറ്റിവിറ്റി സ്കെയിൽസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, സോ ആദ്യം നമ്മൾ പൗളിംഗ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലിനെ കുറിച്ചാണ് പറയാനായിട്ട് പോവാം. ഓക്കെ, സോ പൗളിംഗ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലിനകത്ത് നിങ്ങൾക്ക് അറിയാം, പൗളിംഗ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ എന്ന് പറയുന്നത് ബോണ്ട് എൻതാൽപി അല്ലെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജിയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ സ്കെയിൽ നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകും. ഓക്കെ, സോ പൗളിംഗ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലിനകത്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം, ബോണ്ട് എൻതാൽപി അല്ലെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജിയെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ജനറേറ്റ് ചെയ്യുന്നത്. ബോണ്ട് ഡിസോസിയേഷൻ എനർജിയെ ബേസ് ചെയ്തിട്ടാണ്. ഒരു വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, ബോണ്ട് ഡിസോസിയേഷൻ എനർജിയെ ബേസ് ചെയ്തിട്ടാണ് പൗളിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇതാണ് അതിന്റെ ഒരു പർട്ടിക്കുലർ എക്സ്പ്രഷൻ ഒക്കെ. സോ എക്സ്പ്രഷൻ ഒന്നും ഓർത്തില്ലെങ്കിലും പ്രശ്നമില്ല. സോ ഇവിടെ നമുക്ക് ആ ഒരു എക്സസ് എൻതാൽപി ഡെൽറ്റ ഇക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. സോ ഇത് ന്യൂമറിക്കൽ ഒന്നും ചോദിക്കത്തില്ല, പക്ഷേ ഈ എക്സ്പ്രഷൻ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുന്നത് 0.12 ഇൻറ്റു ഡെൽറ്റ ഇ റേസ് ടു ഹാഫ്, അത്രയും കിലോ ജൂൾ എന്നുള്ളതാണ് അതിന്റെ ഇക്വേഷൻ വരാനായിട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് പൗളിംഗ്, അക്കോർഡിംഗ് ടു പൗളിംഗ്, ബോണ്ട് ഡിസോസിയേഷൻ എനർജി അല്ലെങ്കിൽ ബോണ്ട് എൻതാൽപി വെച്ചിട്ടാണ് അദ്ദേഹം ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത്. പൗളിംഗ് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത് ഫ്ലൂറിനാന്നുള്ളതാണ്. അതിന്റെ വാല്യൂ വരുന്നത് 4 ആണ് അതിന്റെ വാല്യൂ വരാനായിട്ട്. ഓക്കെ, സോ അതാണ് നമ്മുടെ പൗളിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ എന്ന് പറയുന്നത്. സോ എന്തിനെ ബേസ് ചെയ്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ? അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ബോണ്ട് ഡിസോസിയേഷൻ എനർജി അല്ലെങ്കിൽ ബോണ്ട് എൻതാൽപി ബേസ് ചെയ്തിട്ടാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ വരാനായിട്ട്. നെക്സ്റ്റ് നിങ്ങൾക്ക് ആ ഒരു വാല്യൂസും കാര്യങ്ങളൊക്കെ കൂടെ കാണാനായിട്ട് പറ്റും. ഈ വാല്യൂ ഒന്നും കാണാതെ പഠിക്കൊന്നും വേണ്ട. സോ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത് ആരാന്ന് ഓർത്തിരിക്കുക, ഏറ്റവും ലോസ്റ്റ് ആയിട്ട് വരുന്നത് ആരാന്ന് ഓർത്തിരിക്കുക. ദെൻ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. ട്രെൻഡ്, ജനറൽ ട്രെൻഡ് എങ്ങനെയാണ് വരാനായിട്ട് പോകാന്നുള്ളത്. ഓക്കെ, സോ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്തൊക്കെ അറിയാൻ, ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുകയാണ് ചെയ്യാനായിട്ട് പോവാം. ദെൻ എന്താണ് താഴോട്ട് വരുന്നതനുസരിച്ച് നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അത് ജനറൽ ട്രെൻഡ് ആണ്. സോ ഇനി തോന്നുന്നു ഇലക്ട്രോനെഗറ്റിവിറ്റിയും ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. സോ അത് കറക്റ്റ് ആയിട്ട് ആ ഒരു ജനറൽ ട്രെൻഡ് ഓർത്തിരുന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് മുള്ളിക്കൺ ആണ്. മുള്ളിക്കന്റെ സ്കെയിൽ എന്ന് പറയുന്നത് അയണൈസേഷൻ എന്തായിരിക്കും നോക്കുക, കൈ എം എന്ന് പറയുന്നത് അയണൈസേഷൻ എനർജിയുടെയും ഇലക്ട്രോൺ അഫിനിറ്റിയുടെയും കൂടെ ആവറേജ് ആണ് മുള്ളിക്കന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ എന്ന് പറയുന്നത് അയണൈസേഷൻ എനർജിയും അതുപോലെ തന്നെ ഇലക്ട്രോൺ അഫിനിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പോവുക. സോ അതിന്റെ ഒരു ആവറേജ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്കെയിൽ എന്നുള്ളത്. ആ 2 പേരുകളാണ് നിങ്ങൾ ഓർത്തിരിക്കുന്നത്. എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മുള്ളിക്കന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ എന്ന് പറയുന്നത് ആൽഫ്രഡ് റോക്കെ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയില്. സോ അദ്ദേഹം പറയുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഡയർലി പ്രൊപ്പോർഷണൽ ടു ഇസഡ് എഫക്റ്റീവ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ആർ കോവലന്റ് റേഡിയസിന്റെ സ്ക്വയർ എന്നുള്ളതാണ് അദ്ദേഹം പറയാനായിട്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയാം, ഇത് നെറ്റ് എക്സാമിനും ഒരു തവണ ചോദിച്ചതാണ്, 4 മാർക്കിന് ഒരു തവണ ചോദിച്ചാണ് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട്. സോ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കൺസെപ്റ്റ് ആണ്. ആൽഫ്രഡ് റോക്കെ സ്കെയിലിനകത്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഇസഡ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിന് ഡയർലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ ആർ കോവലന്റ് റേഡിയസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ളതാണ് ആൽഫ്രഡ് റോക്കെ സ്കെയിൽ പറയാനായിട്ട്. അപ്പൊ നമ്മൾ 3 ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ പഠിച്ചു. അതിനകത്ത് പൗളിംഗ് സ്കെയിൽ ബോണ്ട് എൻതാൽപി അല്ലെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജിയെ ബേസ് ചെയ്താണ് നമ്മൾ പറഞ്ഞു. രണ്ടാമത് പഠിച്ചത് മുള്ളിക്കൻ ആണ്. മുള്ളിക്കന്റെ അയണൈസേഷൻ എനർജി ഇലക്ട്രോൺ അഫിനിറ്റി ആവറേജ് എന്ന് പറഞ്ഞു. മൂന്നാമത് ആൽഫ്രഡ് റോക്കെ സ്കെയിൽ ആണ് പഠിച്ചത്. അത് ഇസഡ് എഫക്റ്റീവും അതുപോലെ തന്നെ ആർ കോവലന്റ് റേഡിയസിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ സ്കെയിൽ നിൽക്കാനായിട്ട് പോകാന്നുള്ളത്. ഓക്കെ, ഇനി ഇവിടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റി അത് 2 കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഒന്ന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം. The electronegativity increases as positive oxidation state of the atom increases. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നിങ്ങളോട് ചോദിക്കും Fe2 പോസിറ്റീവും Fe3 പോസിറ്റീവും, ഇതിനകത്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ആർക്കാന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക, പോസിറ്റീവ് ചാർജ് കൂടുന്നതനുസരിച്ച് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. അപ്പം Fe3 പോസിറ്റീവിനായിരിക്കും അയാളായിരിക്കും മോർ ഇലക്ട്രോനെഗറ്റീവ് എന്ന് പറയാനായിട്ട്. ഓക്കെ, അപ്പൊ മെറ്റൽസിന്റെ സാധാരണ ഡി ബ്ലോക്ക് വെച്ചിട്ട് ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം, പോസിറ്റീവ് ചാർജ് മെറ്റൽസിന്റെ കേസിൽ പോസിറ്റീവ് ചാർജ് കൂടുന്നതനുസരിച്ച് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. നമുക്ക് ഇവിടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്, വാല്യൂ പഠിക്കൊന്നും വേണ്ട. +2 ആണെങ്കിൽ എന്താണ് 1.83, +3 വരുന്ന സമയത്ത് 1.96 വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾ കോപ്പർ നോക്കുക, കോപ്പർ +1ഉം കോപ്പർ +2, കോപ്പർ +2ലാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ വരാനായിട്ട്. ദെൻ ഈ പറയുന്ന പോലെ ബാക്കിയുള്ളവരൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക, ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ്, പോസിറ്റീവ് ഓക്സിഡേഷൻ ഓഫ് ആറ്റം കൂടുന്നതനുസരിച്ച് കൂടുമെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കാരണം ഇലക്ട്രോൺ അഫിനിറ്റി ആണ്, ഇലക്ട്രോൺ എത്രത്തോളം അട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. അപ്പൊ അത്രയും പവർഫുൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോണിന്റെ പെയറിനെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ
മൂന്നാമത്തേത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് പെർസെന്റേഷൻ ഡയറക്റ്റ് ആയിട്ട് കോമ്പൗണ്ട് എന്ന് ചോദിക്കാം ഇതിനകത്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടെ ഇതിനകത്ത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക പേഴ്സന്റെ എസ് ക്യാരക്ടർ ഏറ്റവും കുറവുള്ളത് sp3 ക്കാണ്, അയാൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവായിരിക്കും. ദെൻ sp2 ആയിരിക്കും വരാനായിട്ട് പോവാ, ദെൻ sp ആയിരിക്കും വരാനായിട്ട് പോവാ. ഓക്കെ, അയാൾക്കായിരിക്കും മാക്സിമം ഇലക്ട്രോനെഗറ്റിവിറ്റി sp ക്കായിരിക്കും, ദെൻ sp2 ദെൻ sp3 ഒരു ഫോർമാറ്റിലായിരിക്കും അത് ഫോളോ ചെയ്യാനായിട്ട്. ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കും ഫോളോ ചെയ്യാനായിട്ട്. സോ അതാണ് നമ്മുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആ ഒരു ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ചാർട്ട്. സോ ഈ പറയുന്ന പോലെ തന്നെ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഇതിനകത്ത് ആരോ ഹെഡ് ആണ് നോക്കേണ്ടത്. ആരോ ഹെഡ് എവിടെയാണോ അങ്ങോട്ട് കൂടുന്നു എന്നാണ് അർത്ഥം, ടെയിലിൽ കുറയുന്നു എന്നുള്ളതാണ് അർത്ഥം. സോ ഇവിടെ എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെറ്റാലിക് പ്രോപ്പർട്ടി, ആറ്റോമിക് റേഡിയസ്, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി, അയണൈസേഷൻ എന്താൽപി, ഇലക്ട്രോൺ. ഞാൻ ഓരോന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു പടം നിങ്ങളുടെ നോട്ടിനകത്ത് നിങ്ങൾ ഈ ഒരു പടം വരച്ചു വെച്ചാൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ ഓക്കെ. നമ്മൾ ഇതുവരെ പഠിച്ച ഒരു കാര്യങ്ങളുടെ സമ്മറിയാണ് ഈ പറയുന്ന ആ ഒരു ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നിങ്ങളുടെ സിലബസിനകത്ത് പറയുന്ന ഒരു സാധനമാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സിനെയാണ് ആ ഡയഗണലി ആ ഒരു എലമെന്റ്സ് ആയിട്ട് പ്രോപ്പർട്ടി കാണിക്കുന്നതിനാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാനായിട്ട് പോവുക. ഇങ്ങനെയുള്ള ആൾക്കാർ വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, ഒന്ന് ഗ്രൂപ്പ് വണ്ണിലുള്ള ലിഥിയം എന്ന് പറയുന്നത് mg ആയിട്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്, ബെറിലിയം അലൂമിനിയം ആയിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു പേര് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം, ബോറോൺ സിലിക്കനായിട്ടാണ് കാണിക്കാനായിട്ട് പോവുക. സോ ആരൊക്കെയാണ് ഈ ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നുള്ളത്? ഓക്കെ, സോ ശരിക്കും നിങ്ങൾ നോക്കുക, ഇവിടെ ലിഥിയം എന്ന് പറയുന്നത് ആ സോഡിയത്തിനോടാണ് സിമിലർ ആയിട്ട് കാണിക്കാനായിട്ട് പോവുക. പക്ഷേ ഈ ലിഥിയം ശരിക്കും ആരോടാ പ്രോപ്പർട്ടി കാണിക്കുന്നത്? മഗ്നീഷ്യത്തിനോടാണ് കാണിക്കാനായിട്ട് പോകുക. ഓക്കെ, മോഡേൺ ടെർമോളജി അനുസരിച്ച് ലിഥിയത്തിന്റെ ലവർ എന്ന് പറയുന്നത് സോഡിയം ആണെങ്കിലും ഇയാളുടെ ബെസ്റ്റി എന്ന് പറയുന്ന ആരായിരിക്കും? mg ആയിരിക്കും വരാനായിട്ട്, അല്ലെ? സോ അങ്ങനെയല്ലേ ഇപ്പൊ പുതിയ ജനറേഷൻ അങ്ങനെയല്ലേ പറയാം, ബെസ്റ്റി എന്നല്ലേ പറയാം. അതുപോലെ തന്നെയാണ് ഇവരും. സോ ഈ പറയുന്ന ലിഥിയം എന്ന് പറയുന്നത് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത് mgയോടാണ്, കാരണം ഇവർ തമ്മിലാണ് മാച്ച് ചെയ്യാനായിട്ട് പോകും. ദെൻ ബെറിലിയം എന്ന് പറയുന്നത് അലൂമിനിയം ആയിട്ടാണ് മാച്ച് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇയാൾ ഗ്രൂപ്പ് 2ഉം ഇയാൾ ഗ്രൂപ്പ് 13ഉമാണ്, അല്ലെ? ഒരു ബന്ധവും ഇല്ല രണ്ടുപേരും തമ്മിൽ. പക്ഷെങ്കിൽ എന്താണ്, ഇവർ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തില്ല. ആ രീതി നിങ്ങൾ എന്ത് ചെയ്യണം, അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. സോ ഈ 3 പേര് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. സോ ലിഥിയത്തിന്റെ ബെസ്റ്റി ആരാണ്, ബെറിലിയത്തിന്റെ ബെസ്റ്റി ആരാണ്, ബോറോന്റെ ബെസ്റ്റി ആരാണ്, കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഓർത്തിരിക്കുക. എന്തുകൊണ്ടാണ് ഈ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്തുകൊണ്ടാണ് കാണിക്കുന്നത് ചോദിക്കാം, വാട്ട് ഈസ് എ റീസൺ എന്ന് ചോദിക്കാം. സോ ഒന്നാമത്തെ റീസൺ, സെയിം സൈസ് ഓഫ് ദ ആറ്റം ആൻഡ് ഇറ്റ്സ് അയോൺ, അത് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തേത് ലാർജ് ചാർജ് ടു റേഡിയസ് റേഷ്യോ. മൂന്നാമത്തേത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓൾമോസ്റ്റ് എന്താണ്, ഹൈ ആണ്. ദെൻ നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റ്സ് ഇൻ ദെയർ വാലൻസ്. ഈ 3 റീസൺ കൊണ്ടാണ് അവർ ഈ പറയുന്ന അൺനോമൽസ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കാനായിട്ട് പോവുക. അതിനെയാണ് നമ്മൾ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാനായിട്ട് പോവുക. ഡയഗണൽ റിലേഷൻഷിപ്പ്, അല്ലെ? നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവിഹിത ബന്ധം, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ആൾക്കാരാണ് അവിഹിത ബന്ധം കാണിക്കുന്നുള്ളത്, കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. സോ നോർമലി സോഡിയം ഓക്സൈഡ് ഫോം ചെയ്യുന്നു, സോഡിയത്തിന്റെ ഓക്സൈഡ് എന്ന് ആ രീതിയിൽ എന്തുകൊണ്ടും എല്ലാ സ്വഭാവം കൊണ്ടും അയാളത്തായിരിക്കും പ്രോപ്പർട്ടി വൈസ് എന്തായിരിക്കും മാറ്റങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഓക്കെ, ഇനി മെറ്റാലിക് ക്യാരക്ടറും നോൺ മെറ്റാലിക് ക്യാരക്ടറും, അതങ്ങനെ പൊതുവെ എക്സാമിന് ചോദിക്കാത്ത ഒരു സാധനമാണ് മെറ്റാലിക് ക്യാരക്ടറും നോൺ മെറ്റാലിക് ക്യാരക്ടറും. 2023 ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡ്രഗ്സ് അതിന്റെ പേപ്പർ നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങളോട് ചോദിച്ചിരുന്നത് മെറ്റാലിക് ക്യാരക്ടറിന്റെ ആ ഒരു ഓർഡർ ആയിരുന്നു ചോദിച്ചിരുന്നത്. ഓക്കെ, സോ പൊതുവെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സിലബസിനകത്ത് സെയിം സിലബസ് ആയിരുന്നു, ആ തവണയും സെയിം സിലബസ് ആയിരുന്നു. മെറ്റാലിക് ക്യാരക്ടറിനെ കുറിച്ച് എടുത്ത് നമ്മുടെ സിലബസിനകത്ത് പറഞ്ഞിട്ടില്ല. ബട്ട് ചോദ്യം ചോദിച്ചത് മെറ്റാലിക് ക്യാരക്ടറിന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലോ എൻഡും പഠിക്കണം, ഹൈ എൻഡും പഠിക്കണം. ഓക്കെ, സോ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം മെറ്റാലിക് ക്യാരക്ടർ എങ്ങനെയാണ് വെരി ചെയ്യാനായിട്ട് പോകും. അത് പീരീഡ് വൈസ്, സെക്കൻഡ് പീരീഡിൽ എങ്ങനെയാണ്, തേർഡ് പീരീഡിൽ എങ്ങനെയാണ്, ആരാണ് മെറ്റൽ, ആരാണ് മെറ്റലോഡ്, ആരാണ് നോൺ മെറ്റൽ, അത് കറക്റ്റ് ആയിട്ട്. സോ മെറ്റാലിക് ക്യാരക്ടർ ഈ പറയുന്നതിനായിട്ട് പോവുക. ആ ഒരു കറക്റ്റ് ട്രെൻഡ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഇവരുടെ അസിഡിക് ക്യാരക്ടർ ആണ്. ഓക്സൈഡ്സിന്റെ ക്യാരക്ടർ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു. സോഡിയത്തിന്റെ കേസിൽ അയാൾ സ്ട്രോങ്ലി ബേസിക് ക്യാരക്ടർ ആണ്. ഇയാള് ബേസിക് ആവുന്നു, ദെൻ ആംഫോട്ടറിക് ആവുന്നു, ദെൻ വീക്ക്ലി അസിഡിക് ആവുന്നു. ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് അവർ സ്ട്രോങ്ലി അസിഡിക് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ അത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. അസിഡിക് ക്യാരക്ടർ ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് ഓക്സൈഡ്സിന്റെ കേസിൽ അസിഡിക് ക്യാരക്ടർ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു ഓക്സൈഡിന്റെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ചോദിക്കും ഇതിനകത്ത് ആംഫോട്ടറിക് ആരാണ്, വീക്ക്ലി ബേസിക് ആരാണ്, വീക്ക്ലി അസിഡിക് ആരാണ്, ഓർഡർ ചോദിക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻ എന്നിട്ട് അതിനകത്ത് സെലക്ട് ചെയ്യാൻ ചോദിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നെക്സ്റ്റ് ഇതായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം, ഇവിടെ നമുക്ക് ഈ പറയുന്ന സ്വഭാവം തന്നെയാണ്, ബേസിക് ക്യാരക്ടർ അസിഡിക് ക്യാരക്ടർ തന്നെയാണ്. സോ ഈ ആംഫോട്ടറിക് ആയിട്ടുള്ള ആൾക്കാരെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് വെച്ചോണം, അത് ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ ആംഫോട്ടറിക് ആരോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. സോ അത് ഈ പറയുന്ന പോലെ ഓർത്തിരിക്കുക. BeO, ദെൻ എന്താണ് Al2O3. സോ ഇവരൊക്കെ തന്നെ ആംഫോട്ടറിക് ബിഹേവിയർ ആണ്. ബാക്കി ഞാനത് വരച്ച് കുളവാക്കുന്നില്ല, നിങ്ങളത് നോക്കി മനസ്സിലാക്കിയാൽ മതി. സോ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക എന്താണ് അവിടുത്തെ ഒരു അസിഡിക് ക്യാരക്ടർ, ബേസിക് ക്യാരക്ടർ, ആംഫോട്ടറിക് ആരൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഓക്കെ,
സോ നമ്മൾ ഇതുവരെ പറഞ്ഞ നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് സമ്മറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി എന്താണ് ആ ഒരു കാര്യങ്ങൾ എന്നുള്ളത്. ദെൻ പീരിയോഡിസിറ്റി എന്താണ്, കോഴ്സ് ഓഫ് പീരിയോഡിസിറ്റി, ഓരോ എന്ന പീരിയോഡ് ടേബിളിലെ ആ ഒരു പീരീഡുകൾ, ഗ്രൂപ്പുകൾ, എലമെന്റ്സ് എങ്ങനെയാണ് വരാനായിട്ട് പോവുക. ദെൻ നമ്മൾ പറഞ്ഞ ആ ഒരു ക്ലാസിഫിക്കേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബേസുള്ള ക്ലാസിഫിക്കേഷൻ, അതിന്റെ പ്രോപ്പർട്ടീസ്, ജനറൽ ബിഹേവിയർ, അത് അറ്റോമിക് റേഡിയസ് ഞാനിവിടെ generally പറഞ്ഞിട്ടുണ്ട്, decreases along the period, then increases down the group. Cation anion relationship പറഞ്ഞിട്ടുണ്ട്. ആ cation atom ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്, ആനിയോൺ വലുതാണ്. then iso electronic species ഈ ഓർഡർ ഓർത്തിരിക്കണം. ഇലക്ട്രോനെഗറ്റിവിറ്റി അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക, എങ്ങനെയാണ് ട്രെൻഡ് വരാനായിട്ട് പോവുക. ഇവിടെ പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഫ്ലോറിൻ എന്താണ് ലോ ഇലക്ട്രോൺ നെഗറ്റീവ് ആണ് ദാൻ ദ ക്ലോറിൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ദെൻ അയനൈസേഷൻ എന്താൽപ്പിയും കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുന്നത് ഈ ഒരു ഓർഡർ ഇവിടെ കാണാനായിട്ട് പറ്റും. സെക്കൻഡ് പീരീഡ് അതിന്റെ ഫസ്റ്റ് അയനൈസേഷൻ എനർജി, സെക്കൻഡ് അയനൈസേഷൻ എനർജി, സെക്കൻഡ് പീരീഡിന്റെ കേസിൽ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. നെക്സ്റ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണ്. ഓൾറെഡി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഞാൻ പറഞ്ഞിരുന്നു, ഏതൊക്കെ കൺസെപ്റ്റുകളാണ് ഓർത്തിരിക്കേണ്ടത്. അത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. മോസ്റ്റ് ഇലക്ട്രോണേറ്റീവ് ആരാണ്, ലെസ് ഇലക്ട്രോണേറ്റീവ് ആരാന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. ദെൻ മെറ്റാലിക് ക്യാരക്ടർ ഓർത്തിരിക്കുക. താഴോട്ട് വരുന്നതനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടർ കൂടും, അലോങ് ദ പീരീഡ് പോകുന്നതനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടർ കുറയുകയാണ് ചെയ്യുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് കഴിഞ്ഞ തവണ 2023 നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ താഴോട്ട് വരുന്നതനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടർ കൂടുകയാണ് ചെയ്യുന്നത്. അലോങ് ദ പീരീഡ് പോകുന്ന സമയത്ത് മെറ്റാലിക് ക്യാരക്ടർ കുറയാനായിട്ടാണ് പോവുക. നോൺ മെറ്റാലിക് ക്യാരക്ടർ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ അത് രണ്ടും കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. സോ ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്, നമ്മുടെ ആ ഒരു റിവിഷൻ എന്നുള്ള രീതി നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക്കിനകത്തുനിന്ന് റിവിഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ ടോപ്പിക്സ് പിടികിട്ടിയോ, മീൻസ് എന്തൊക്കെയാണ് ഇതിനകത്തുനിന്ന് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഓടിച്ച് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഓരോ പേപ്പറിനകത്ത് എവിടെ നിന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എവിടെ നിന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട്. ഓക്കെ, ഇവിടെ വരെ ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ സോ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടന്നു വരികയാണ്. സോ നിങ്ങളുടെ ലാസ്റ്റ് ടൈം ഡ്രഗ്സ് കൺട്രോളർ നമ്മുടെ 2023 ഡ്രഗ്സ് കൺട്രോളിന്റെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളിന്റെ പേപ്പറാണ് നമ്മൾ നോക്കാനായിട്ട് പോവുക. സ്ക്രീനിൽ ആരും വരയ്ക്കരുത് ദയവ് ചെയ്ത്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ നോക്കുക, നിങ്ങൾ തന്നെ ആൻസർ പറയാം. നിങ്ങൾ ഓൾറെഡി കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞു. എന്നിട്ട് 2023 ചോദ്യമാണ്. ഓക്കെ, സോ 23 ചോദ്യമാണ്. നോക്കുക, ഇവിടെ നമ്മളോട് മെറ്റാലിക് ക്യാരക്ടർ നോക്കുക. ഞാൻ പറഞ്ഞു നമ്മുടെ സിലബസിനകത്ത് മെറ്റാലിക് ക്യാരക്ടർ എന്ന് എടുത്ത് പറഞ്ഞിട്ടേ ഇല്ല, ബട്ട് മെറ്റാലിക് ക്യാരക്ടർ ഓർഡർ ആണ് ചോദിച്ചിരുന്നത്. സോ നോക്കുക, 2023 ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മെറ്റാലിക് ക്യാരക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ബെറിലിയം, സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം ആൻഡ് റുബീഡിയം ആണ് തന്നിട്ടുള്ളത്. സോ മെറ്റാലിക് ക്യാരക്ടർ താഴോട്ട് വരുന്നതനുസരിച്ച് ഇൻക്രീസസ് എന്നാണ് ഞാൻ പറഞ്ഞത്, ഇൻക്രീസസ് എന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഡിക്രീസസ് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓർഡർ എന്തായിരിക്കും വരാനായിട്ട് പറയാമോ? എല്ലാവരും പറയണം കേട്ടോ. നിങ്ങൾ എല്ലാവരും കൺസെപ്റ്റ് പഠിച്ചു, ഇത് അപ്ലൈ ചെയ്യണം. നിങ്ങൾ വെറുതെ കേട്ടിരിക്കുകയല്ല, ഇതുവരെ നിങ്ങൾ കേട്ടിരുന്നു, ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെ. അപ്പം മെറ്റാലിക് ക്യാരക്ടറും നോൺ മെറ്റാലിക് ക്യാരക്ടറും ഓപ്പോസിറ്റ് ആണ്. മെറ്റാലിക് ക്യാരക്ടർ പഠിച്ചാൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ താഴോട്ട് വരുന്നതനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടർ കൂടും, അത് ഇങ്ങനെ പോകുന്നതനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടർ കുറയാനായിട്ടാണ് പോവുക. സോ ഓർഡർ വരുന്നത് ഏറ്റവും മാക്സിമം വരാനായിട്ട് പോകുന്നത് റുബിഡിയം ആണ്, ഏറ്റവും മിനിമം വരാനായിട്ട് പോകുന്നത് അലൂമിനിയം ആണ്. അത് മാത്രം നോക്കിയാൽ മതി, ബാക്കിയുള്ളവരൊന്നും നോക്കിയില്ലെങ്കിലും പ്രശ്നമില്ല. മാക്സിമം കാണിക്കുന്നത് റുബിഡിയം ആണെങ്കിൽ മിനിമം കാണിക്കുന്ന അലൂമിനിയം ആണ്. ആൻസർ വരുന്നത് എ ആണ് ഇതിന്റെ ആൻസർ വരാനായിട്ട് പോകും. എ ആണ് ഇതിന്റെ ആൻസർ വരാനായിട്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ഈ കൺസെപ്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സിലബസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സിലബസിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മെറ്റാലിക് ക്യാരക്ടർ അവിടെ കാണാൻ പറ്റില്ല, ബട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, കറക്റ്റ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ എന്താണോ പറയുന്നത്. നിങ്ങൾക്ക് ചിലർക്ക് തോന്നാം ഇത് സിലബസിൽ ഇല്ലല്ലോ, പിന്നെ എന്തിനാ പഠിക്കുന്നത്. പക്ഷെ നമ്മളത് പറയുന്നതിന്റെ കാര്യം ഇതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകത്തുള്ളൂ, എവിടുന്ന് ചോദിക്കും, എങ്ങനെ ചോദിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ നോക്കുക. കൺസിഡർ ദ ഫോളോയിങ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് Na പോസിറ്റീവ്, Mg2 പോസിറ്റീവ്, F- ആൻഡ് O2-, ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ലെങ്ത് ഓഫ് ദെയർ റേഡിയസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടൊന്ന് പറയാമോ? ഇതേ സെയിം കൺസെപ്റ്റിൽ നമുക്ക് ഈ വട്ടം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു HST എക്സാമിന്. ഇത് നമ്മുടെ കഴിഞ്ഞ തവണത്തെ ഡ്രഗ്സ് കൺട്രോളിൽ ചോദിച്ച ചോദ്യമാണ്. നോക്കുക, ഞാൻ പറഞ്ഞിരുന്നു ആനിയോൺ ആണ് എപ്പോഴും, ആനിയോൺ ആണ് സൈസ് കൂടുതലായിട്ട് വരിക. ദെൻ ദ പേരന്റ് ആറ്റം, അത് കഴിഞ്ഞിട്ട് കാറ്റയോൺ ആയിരിക്കും വരാനായിട്ട് പോകാന്ന് പറഞ്ഞു. ഇതിനകത്ത് 2 ആനിയോൺ ഉണ്ട്, 2 നെഗറ്റീവ് ഉള്ള ആനിയോൺ ഉണ്ട്, F- ഉണ്ട് അല്ലെ, 1 നെഗറ്റീവ് ഉള്ള ആനിയോൺ ഉണ്ട്. അപ്പൊ നോക്കുക, 2 നെഗറ്റീവ് ഉള്ള ആനിയോൺ ആയിരിക്കും ഏറ്റവും കൂടുതൽ. ദെൻ F-, ദെൻ Na പോസിറ്റീവ്, ദെൻ Mg2 പോസിറ്റീവ്. ആൻസർ വരാനായിട്ട് പോകുന്നത് ബി ആണ് ആൻസർ വരാനായിട്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ അയോണിക് റേഡിയസ് എന്നുള്ള കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അയോണിക് റേഡിയം എന്നുള്ള കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. സോ ഞാൻ പറഞ്ഞത്
കുറച്ച് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യേണ്ടി വരും ചില സമയത്ത്. ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ രണ്ടുപേരെ കുറിച്ചാണ്. ആരെ കുറിച്ചാ? ഒന്ന് ബോറോനെ കുറിച്ചും രണ്ട് ബെറിലിയത്തെ കുറിച്ചുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ബെറിലിയത്തിന്റെ കേസിലും ബോറോന്റെ കേസിലും എന്താ സംഭവിക്കുക? അയണൈസേഷൻ എന്താൽപ്പി നോക്കുന്ന സമയത്ത് ബെറിലിയത്തിനാണ് കൂടുതൽ വരാനായിട്ട് പോവുക, ബോറോണ് കുറവാണ് വരാനായിട്ട് പോവുക. എന്താണ് അതിന്റെ റീസൺ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദ അയണൈസേഷൻ എന്താൽപ്പി ഓഫ് ബോറോൺ ഈസ് slightly less than that of beryllium. എന്താ റീസൺ? നിങ്ങൾക്ക് അറിയാം, the 2p electron അല്ലെ, the 2p electron of boron is more shielded than the 2s electron of beryllium. ആൻസർ വരുന്നത് ബി ആണ്. അതിന്റെ ആൻസർ വരുന്നത് ബി ആണ്. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്? അയണൈസേഷൻ എന്താൽപ്പി അല്ലെങ്കിൽ അയണൈസേഷൻ എനർജിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഈ 3 ചോദ്യങ്ങളായിരുന്നു നമ്മൾ ഇന്ന് കവറപ്പ് ചെയ്ത നമ്മുടെ ടോപ്പിക്. നമ്മൾ ഇന്ന് ഒരു മണിക്കൂർ റിവിഷൻ ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, മോഡേൺ പീരിയോഡിക് ലോ, ഈ പറയുന്ന പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു അയണൈസേഷൻ എനർജി വളരെ ഇമ്പോർട്ടന്റ് ആണ്, അയോണിക് റേഡിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കയറി ചോദിച്ച ആളാണ് മെറ്റാലിക് ക്യാരക്ടർ. മെറ്റാലിക് ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ മെറ്റാലിക് ക്യാരക്ടർ, നോൺ മെറ്റാലിക് ക്യാരക്ടർ, ഓക്സൈഡ്, ബേസിക് ഓക്സൈഡ്, അസിഡിക് ഓക്സൈഡ്, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ വൃത്തിക്ക് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇതിനകത്തൊന്നല്ലാതെ വേറെ എവിടെ നിന്നാ ചോദ്യം ചോദിക്കാനായിട്ട് പറ്റുക? അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് ചോദിക്കാനായിട്ട് പോകുന്നുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളർ 2023 ചോദ്യം. 3 ചോദ്യങ്ങൾ ഇപ്പൊ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ചോദിച്ചത്. ഇനി നമ്മൾ HSST എക്സാം 2026 ജൂൺ 9 നടന്ന, ജൂൺ 9 അല്ല, ജൂൺ 11 അതിൽ പറഞ്ഞ ജൂൺ ഡേറ്റ് നടന്ന HST കെമിസ്ട്രി എക്സാം അല്ലെങ്കിൽ NVT കെമിസ്ട്രി എക്സാമിനകത്ത് ചോദിച്ച ചോദ്യം നിങ്ങൾ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഹാസ് ദ ലോവസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഹാലജൻസിന്റെ കേസാണ് തന്നിട്ടുള്ളത്. നമ്മൾ കുറെ തവണ പറഞ്ഞതാണ്. എന്താണ്? ക്ലോറിനാണ്, ദെൻ ഫ്ലോറിനാണ്, ദെൻ ബ്രോമിനാണ്, ദെൻ അയഡിനാണ്. അതിന്റെ ഗ്രാഫ് ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് വരച്ചു തന്നിരുന്നു. സോ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ലോവസ്റ്റ് ആരാന്നുള്ളതാണ്. സോ ലോവസ്റ്റ് വരാനായിട്ട് പോകുന്ന ആരാണോ? ഉറപ്പായിട്ടും അത് അയഡിനായിരിക്കും അല്ലെ, ഉറപ്പായിട്ടും അത് എ ആയിരിക്കും ഇതിന്റെ ആൻസർ വരാനായിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു MSc ലെവൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. സോ ഈ ഒരു കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രോ അഫിനിറ്റി ആയിക്കോട്ടെ, അയണൈസേഷൻ എനർജി ആയിക്കോട്ടെ, അയോണിക് റേഡിയ ആയിക്കോട്ടെ, ഈ പറയുന്ന പീരിയോഡിക് പ്രോപ്പർട്ടി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി അതൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പറഞ്ഞു ചോദിക്കും. സോ ആണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ നോക്കുക. ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ലിഥിയം, ബെറിലിയം, ബോറോൺ ഈസ്. എന്നിട്ട് കാർബണിന്റെയും കൂടെ ഓപ്ഷൻ അത് കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്തായിരിക്കും വരാനായിട്ട് പോവാ? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി നിങ്ങൾക്കറിയാം, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓർഡർ എന്ന് പറയുന്നത് ഈ പറയുന്ന ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇൻക്രീസസ് അല്ലെ, ഇത് ഇൻക്രീസസ് ആണ്, കൂടാനായിട്ടാണ് പോവാ. ദെൻ താഴോട്ടാണെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓർഡർ കുറയാനായിട്ട് വരാനായിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങളോട് നോക്കുക, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ പോകുന്ന സമയത്ത് നിങ്ങൾക്കറിയാം കാർബൺ ആയിരിക്കും മാക്സിമം ഇലക്ട്രോനെഗറ്റിവിറ്റി വരാനായിട്ട് പോവാ. ഇതിന്റെ ആൻസർ വരുന്നത് ബി ആയിരിക്കും ഇതിന്റെ ആൻസർ വരാനായിട്ട് പോകും അല്ലെ, ബി ആയിരിക്കും ഇതിന്റെ ആൻസർ വരാനായിട്ട് പോകും, ബി ആയിരിക്കും ഇതിന്റെ ആൻസർ വരാനായിട്ട് പോകും. ഈ സെയിം ആളുടെ അയണൈസേഷൻ എനർജിയുടെ ഓർഡർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും പറയാമോ? ഈ സെയിം 4 പേരുടെ അയണൈസേഷൻ എനർജി ഓർഡർ എങ്ങനെയായിരിക്കും വരാനായിട്ട് പോവാ പറയാമോ? അയണൈസേഷൻ എനർജി സെയിം 4 പേര് തന്നെ, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബണിന്റെ കേസിലെ അയണൈസേഷൻ എനർജിയുടെ ഓർഡർ എങ്ങനെയായിരിക്കും? ഏറ്റവും കുറഞ്ഞ തൊട്ട് ഏറ്റവും കൂടി വരെ എങ്ങനെ ഒന്ന് പറയാമോ? ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ് ഇപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അയണൈസേഷൻ എനർജി ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഓർഡർ വരാനായിട്ട് പോവാ? ആദ്യം എന്തായാലും ലിഥിയം ആയിരിക്കും വരാനായിട്ട് പോവാ. അതിനുശേഷം ആരായിരിക്കും വരാനായിട്ട് പോവാ? ബോറോൺ ആയിരിക്കും വരാനായിട്ട് പോവാ. ദെൻ ബെറിലിയം ആയിരിക്കും വരാനായിട്ട് പോവാ. ദെൻ കാർബൺ ആയിരിക്കും വരാനായിട്ട് പോവാ. നോക്കുക, ഈ ഓർഡർ ആയിരിക്കും അവർ ഫോളോ ചെയ്യാനായിട്ട്. ഓക്കെ, സോ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റി, അയണൈസേഷൻ എനർജി, അയോണിക് റേഡിയസ്, ഇലക്ട്രോൺ അഫിനിറ്റി ഇമ്പോർട്ടന്റ് ആണ്. കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിനകത്തുള്ള മാർക്ക് കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ HSC ചോദിച്ച രണ്ടാമത്തെ ചോദ്യം. ദെൻ അടുത്ത ചോദ്യം അയോണിക് റേഡിയ ഉള്ള കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമായിരുന്നു. അയോണിക് റേഡിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമായിരുന്നു. നോക്കുക, ദ സ്മോളസ്റ്റ് അയോണിക് റേഡിയ ഇതിനകത്ത് ആരാണ് ചോദിച്ചിരിക്കുന്നത്? അയോണിക് റേഡിയ ആണെങ്കിൽ മക്കളെ ഉറപ്പായിട്ടും അത് കാറ്റോൺ ആണ് ഏറ്റവും സ്മോളസ്റ്റ് വരാനായിട്ട് പോകും. ഇതിനകത്ത് എത്ര കാറ്റോൺ ഉണ്ട്? ഒരു Na പോസിറ്റീവ് ഉണ്ട്, ഒരു Mg പോസിറ്റീവ് ഉണ്ട്. ചാർജ് കൂടുന്നതനുസരിച്ച് സൈസ് കുറയും. സോ ആൻസർ വരാനായിട്ട് പോകുന്ന ഏതാണ്? ബി ആണ്. Mg2 പോസിറ്റീവിനാണ് ഏറ്റവും കുറവ് സൈസ് വരാനായിട്ട്. ഓക്കെ, അപ്പൊ 3 ചോദ്യം പീരിയോഡിസിറ്റിക്കകത്തുനിന്ന് HSST കെമിസ്ട്രിക്ക് ചോദിച്ചത് 3 ചോദ്യം. ഞാൻ പറഞ്ഞു ഇത് ഇതിനകത്ത് കുറച്ച് ഡിഗ്രി ലെവലുള്ള ആൾക്കാർ കാണും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. സോ പിടികിട്ടി കാണും. അയോണിക് റേഡിയ ഈസ് വെരി ഇമ്പോർട്ടന്റ്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്, ദെൻ ഇലക്ട്രോൺ അഫിനിറ്റി, അയോണൈസേഷൻ എനർജി, അയോണിക് റേഡിയ, മെറ്റാലിക് ക്യാരക്ടർ, ഇതൊക്കെ തന്നെയാണ് തന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ 23 ചോദ്യം കണ്ടു, 26 ചോദ്യം കണ്ടു, കഴിഞ്ഞില്ല. കെയർഫുഡ് 2025 നടന്ന എക്സാം ആണ്. 158/2025. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇതിനകത്ത് ഇത് എഴുതിയിട്ടുണ്ടാവും ഈ എക്സാം. ഈ എക്സാം നമ്മുടെ സെയിം എന്താണ് എളുപ്പം നമ്മുടെ ടെക്നിക്കൽ പോലെ തന്നെ നടക്കുന്ന ഒരു എക്സാം ആണ്. നോക്കുക, the element which has highest electron affinity. HSST ക്ക് ചോദിച്ചത്
ലോവസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി, സെയിം ഓപ്ഷൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹയസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി എന്താ. കേരാഫിഡിന് ചോദിച്ച എക്സാം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയത് 158 2025 ചോദിച്ച ചോദ്യമാണ്. നോക്കുക ഹയസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി ഏതിനാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക ക്ലോറിൻ, ഫ്ലൂറിൻ, നൈട്രജൻ, ഓക്സിജൻ. ഏറ്റവും അഫിനിറ്റി വരാൻ പോകുന്ന ആർക്കാ? ഉറപ്പായിട്ടും ക്ലോറിനായിരിക്കും വരാനായിട്ട് പോകും അല്ലെ. സോ ഞാൻ പറയുന്നത് ഇതിന്റെ ഒരു ചെറിയ ഡീവിയേഷൻ ആണ് നമ്മൾ മുമ്പേ കണ്ട ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ലോവസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി, ഇവിടെ നമ്മുടെ ഹയസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി ചോദിച്ചിരിക്കുന്നു. അത് ക്ലോറിനായിരിക്കും വരാനായിട്ട് പോകും. അതാണ് കേരാഫിഡിനെ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, സോ ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ തന്നെ നിങ്ങൾ ഈ കേരാഫിഡ് വീണ്ടും എടുത്തെടുത്ത് പറയുന്നത്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാ പറയുന്നത്. ഇപ്പൊ ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, HSTയുടെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, കേരാഫിഡിന്റെ ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ കേരാഫിഡിന്റെ ഒരു ചോദ്യം. ആ ഒരു പർട്ടിക്കുലർ ചോദ്യം മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പീരിയോഡിസിറ്റി എന്നുള്ള ആ ടോപ്പിക്കിന് ആ ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് 2015, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് എനിക്ക് തോന്നുന്നു PSC സൈറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. 2015 ചോദ്യമാണ്. പക്ഷെ അത് കുറച്ചുകൂടെ എളുപ്പമുള്ള ചോദ്യമാണ്, നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദ്യമാണ്. അപ്പം അതുകൊണ്ട് ഡയറക്റ്റ് പറയാനായിട്ട് പറ്റും. എൻതാൽപി ചേഞ്ച് ഫോർ ദ റിയാക്ഷൻ, ഇതിനെ എന്താണ്, ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിനെ എന്താണ് വിളിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ഇതിനെ എൻതാൽപി ഓഫ് അറ്റോമൈസേഷൻ, എൻതാൽപി ഓഫ് അറ്റോമൈസേഷൻ ആണ് വിളിക്കാനായിട്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ. നെക്സ്റ്റ് ലാറ്റിസ് എനർജിയുടെ ഡെഫിനിഷൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. 2015 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ലാറ്റിസ് എനർജി എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് വെൻ എന്തെന്നുള്ളതാണ് ചോദ്യം അല്ലെ. എന്തെന്നുള്ളത് ലാറ്റിസ് എനർജി എന്താണെന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഡെഫിനിഷൻ, ഓരോ എനർജിയുടെയും ഡെഫിനിഷൻ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്താണ്, ഇലക്ട്രോൺ അഫിനിറ്റി എന്താണ്, നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണ്, കറക്റ്റ് ഡെഫിനിഷൻ ഓർത്തിരിക്കുക. ആൻസർ വരുന്നത് സി ആണ് അല്ലെ. 1 മോൾ ഓഫ് ആണ് അതിന്റെ ആൻസർ വരുന്നതായിട്ട് പോവാ. സി ആണ് അതിന്റെ ആൻസർ വരുന്നത് അല്ലെ. സി ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, സോ ഓവറോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടി കാണും എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമ്മൾ കുറെ അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാൻ അതിന്റെ ആ ഒരു സിലബസിലേക്ക് ഒന്നുകൂടെ ഞാൻ ഓടി പോവാണ്. അപ്പൊ സിലബസിനകത്ത് നിങ്ങൾ നോക്കുക, സിലബസിനകത്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക എന്തൊക്കെയാണ് ചോദിക്കുന്നത് നോക്കുക. നമുക്ക് മോഡേൺ പീരിയോഡിക് ലോ, ഡയഗണൽ റിലേഷൻഷിപ്പ്, ദെൻ എന്താണ് പീരിയോഡിസിറ്റിക്കകത്ത് അറ്റോമിക് റേഡിയസ് ആൻഡ് അയോണിക് റേഡിയെ കറക്റ്റ് ആയിട്ട് അയോണിക് റേഡിയ എന്ന് ചോദിക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് അയോണിക് റേഡിയ ചോദ്യമുണ്ട്. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് ചോദ്യമുണ്ട്. ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് ചോദ്യമുണ്ട്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് ചോദ്യമുണ്ട്. പക്ഷെ ഇതിനകത്ത് മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞിട്ടില്ല. പക്ഷെ ആ പറയാത്ത സാധനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രസ്റ്റ് യുവർ ടീച്ചർ എന്താണോ പറയുന്നത് അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇപ്പൊ ഞാൻ കുറെ നാളായിട്ട് ഈ PSC ക്ലാസ് എടുക്കുന്നു. ചില ദിവസമൊക്കെ പിള്ളേർ മെസ്സേജ് അയക്കും, സാറ് സിലബസ് ഇല്ലാത്ത പഠിപ്പിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും. പക്ഷെ സിലബസിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് പോവാ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പറയുന്ന സ്കോറിങ് നിങ്ങൾക്ക് കിട്ടും. കാരണം നമ്മൾ എക്സ്പീരിയൻസിൽ നിന്നാണ് പഠിക്കുന്നത്, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണെന്ന് പറയാനായിട്ട് പോകും. സിലബസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ സിലബസിനകത്തുനിന്നും പുറത്തുനിന്നും എന്ത് ചോദിക്കും എന്നുള്ളത് ഈ പേപ്പർ അനലൈസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. നിങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന എക്സാമിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പേപ്പറെ കുറിച്ച് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് സിലബസിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. സോ അതുകൊണ്ട് ഞാൻ പറയുന്നതിനെ നിങ്ങൾ സംശയിക്കരുത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യും. ഓക്കെ, സോ ഞാനത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അങ്ങനെ തോന്നാം, എന്താ സിലബസ് മാത്രം പോയാൽ പോരെ, സിലബസ് മാത്രം പോയാൽ പോരാ. നമ്മൾ കറക്റ്റ് ആയിട്ട് കെമിസ്ട്രി ആണ് പഠിക്കുന്നത്. കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ ആർക്കും നിങ്ങളെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ സിലബസ് മാത്രമല്ല, സിലബസ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടറി മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, HST എക്സാം എഴുതിയവർക്ക് അത് മനസ്സിലായി കാണും, എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. സോ അതുകൊണ്ട് ഞാൻ എന്താണ് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിനി നമ്മുടെ ആ ഒരു റിവിഷനിലേക്ക് നമ്മൾ കയറുവാണ്, ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് നമുക്ക് കയറാം. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും, നിങ്ങൾ ആൻസർ പറയും, നിങ്ങൾക്ക് വേണ്ട ആ ഒരു പർട്ടിക്കുലർ എക്സ്പ്ലനേഷനും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞത് ഇത് നിങ്ങളുടെ ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സെഷൻ തീരുന്ന സമയത്ത് ആ ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ റെക്ടിഫൈ ചെയ്ത് തരാം. സോ നമ്മൾ ഇപ്പം ചെയ്യാനായിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ അത്രയും ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള റിവിഷൻ ആണ്. കറക്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ എത്ര എണ്ണം ശരിയാക്കുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതി നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നോക്കുക, according to the modern periodic law, നിങ്ങളുടെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. according to the modern periodic law, the physical and chemical properties of elements are periodic function. നോക്കുക, മോഡേൺ പീരിയോഡിക് ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറിനെയാണ് ഡിപെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. എ ആണ് അതിന്റെ ആൻസർ വരുന്നതായിട്ട്. ഓക്കെ, സോ അതിന്റെ ആ എക്സ്പ്ലനേഷൻ അത് കൊടുത്തിട്ടുണ്ട്. ഹെൻറി മോസ്ലി ആണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതും മറ്റു കാര്യങ്ങളും. സോ അതിന്റെ കൂടെ തന്നെ അതോടെ ഓർത്ത് പോകാൻ വേണ്ടിയാണ് ആ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വിത്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ ഒന്നുകൂടെ ഓടിച്ചൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, സോ
എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഈ ലൈവ് കഴിയുന്ന സമയത്ത് നിങ്ങൾ ഈ ടോപ്പിക്ക് വീണ്ടും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യം വരത്തില്ല. നിങ്ങളുടെ മൈൻഡിലേക്ക് കുറെ കാര്യങ്ങൾ പുതുതായിട്ട് കയറും, ഓൾറെഡി ഉള്ള കാര്യങ്ങളൊന്നും ഉണർന്നു വരികയും ചെയ്യും. സോ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ലിഥിയം ഷോസ് ഡയഗണൽ റിലേഷൻഷിപ്പ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ്സ്. ലിഥിയം ആരുമായിട്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നുള്ളതാണ് ചോദ്യം അല്ലെ. സോ മഗ്നീഷ്യമായിട്ടാണ് അല്ലെ, മഗ്നീഷ്യമായിട്ടാണ് റിലേഷൻഷിപ്പ് കാണിക്കുക. എന്താണ് അതിന്റെ റീസൺ എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. സോ ലിഥിയം എന്ന് പറയുന്നത് മഗ്നീഷ്യമായിട്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the anomalous behavior of the first element in the each group of S and P block elements is due to ആ ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റീസൺ എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു എന്താണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്. ഏറ്റവും മോർ ആക്യുറേറ്റ് റീസൺ എന്ന് പറയുന്നത് അതിന്റെ സ്മോൾ സൈസും അതുപോലെ തന്നെ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റിയും അല്ലെ. സ്മോൾ സൈസും ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റിയും ആണ് അതിന്റെ റീസൺ വരാനായിട്ട് പോവുക. സോ ഏറ്റവും മോസ്റ്റ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ് അതിന്റെ മോസ്റ്റ് കറക്റ്റ്. ഹൈ സ്മോൾ സൈസ് ആൻഡ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ആൻസർ വരാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെർലിയം എക്സിബിറ്റ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ബെർലിയം ആരുമായിട്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കാനായിട്ട് പോകുക. ഓക്കെ, ഞാൻ പറഞ്ഞത് റിവിഷൻ ആണ്. നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് നാളെ എക്സാം ഇടുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കരുത്. അത് അത്യാവശ്യം കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ ഡീവിയേഷൻസ് വരും അല്ലെ. അപ്പൊ ബെർലിയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം അലൂമിനിയം ആണ് അല്ലെ. അലൂമിനിയം, സി അലൂമിനിയം ആയിട്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കാനായിട്ട് പോകുക. ആൻസർ സി ആണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോകുക. സി ആണ് അതിന്റെ ആൻസർ വരാനായിട്ട്. നെക്സ്റ്റ്, ബോറോൺ ആരുമായിട്ടാണ് കാണിക്കുന്നുള്ളതാണ്. സോ ബോറോൺ ആരുമായിട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ആരാണ് ബോറോൺ എന്ന് പറയുന്നത്? ആരുമായിട്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്? സിലിക്കണുമായിട്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കാനായിട്ട്. അപ്പൊ ആ ഡയഗണൽ റിലേഷൻഷിപ്പ് ആരുമായിട്ട് ആര് കാണിക്കുന്നു? 3 പേര് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ റീസൺ എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ കയറുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് അറ്റോമിക് റേഡിയസ് ഫോർ ദ ആൽക്കലി മെറ്റൽസ് എന്നുള്ളതാണ് ചോദിച്ചത്. ഓക്കെ, അറ്റോമിക് റേഡിയസിന്റെ കറക്റ്റ് ഓർഡർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറയാമോ? സോഡിയം, ലിഥിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. ആ ഒരു കറക്റ്റ് ഓർഡർ ഏതിനകത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. നോക്കിയേ, ആരോ ബി എന്നൊക്കെ പറയുന്നുണ്ടോ? നോക്കിയേ, ശ്രദ്ധിച്ച് ചെയ്യണേ. ഏതായിരിക്കും? ഉറപ്പായിട്ടും ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം അല്ലെ. സി ആയിരിക്കും അതിന്റെ ആൻസർ വരുന്നതായിട്ട്. സി ആണ് അതിന്റെ ആൻസർ വരുന്നതായിട്ട്. ഓക്കെ, സി ആണ് അതിന്റെ ആൻസർ വരുന്നതായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്കറിയാം ഞാൻ ഇച്ചിരി സ്പീഡിലാണ് പോകുന്നത്. നിങ്ങൾ ചിലർ പതുക്കെ വായിച്ചൊക്കെ ആയിരിക്കും ചെയ്യാനായിട്ട് പോവാ. നിങ്ങളെ മാക്സിമം സ്പീഡിൽ വായിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെഫ്റ്റ് ടു റൈറ്റ് അറ്റോമിക് റേഡിയസ് ജനറലി ഡിക്രീസസ് ബിക്കോസ്. എന്തുകൊണ്ടാണ് അറ്റോമിക് റേഡിയസ് ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് കൂടുന്നുള്ളതാണ്. ഓക്കെ, സോ അത് ഇസഡ് എഫക്റ്റീവ് ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജുമായിട്ടാണ് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും സൈസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ അത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. സൈസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടി എന്നുള്ളതാണ്. സോ ആൻസർ വരുന്നത് എ ആണ് അതിന്റെ ആൻസർ വരുന്നതായിട്ട്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരുന്നതായിട്ട്. ഇൻക്രീസ് എന്നുള്ളതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, gallium has a slightly smaller atomic radius than aluminum. This anomaly is due to. എന്തുകൊണ്ടാണെന്നുള്ളതാണ്. ഗാലിയവും അതുപോലെ തന്നെ നമ്മുടെ അലൂമിനിയമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അറ്റോമിക് റേഡിയസിനകത്ത് ചെറിയൊരു വേരിയേഷൻ വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. സോ നിങ്ങൾ അലൂമിനിയവും ഗാലിയും ഏത് പീരീഡിലാണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക എന്നുള്ളത് അല്ലെ. സോ എന്തുകൊണ്ടാണ്? ഉറപ്പായിട്ടും ഡി ഓർബിറ്റിലുണ്ട്. സോ പൂർ ഷീൽഡിംഗ് ഓഫ് ഡി ഇലക്ട്രോൺസ് മൂലമാണ് അല്ലെ. ഡി ആണ് അതിന്റെ ആൻസർ വരുന്നത്. പൂർ ഷീൽഡിംഗ് ഓഫ് ഡി ഇലക്ട്രോൺസ്. ഓക്കെ, പൂർ ഷീൽഡിംഗ് ഓഫ് ഡി ഇലക്ട്രോൺസ് മൂലമാണ് അത് സംഭവിക്കാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കറക്റ്റ് ഡിക്രീസിംഗ് ഓർഡർ ഓഫ് അയോണിക് റേഡിയസ്? അയോണിക് റേഡിയയുടെ ഡിക്രീസിംഗ് ഓർഡർ ഐസോഇലക്ട്രോണിക് സ്പീഷീസ് ആണ് തന്നിരിക്കുന്നത്. സോ അതിന്റെ ഓർഡർ എന്താണെന്നുള്ളതാണ്. ഈ സെയിം ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഒരു എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഏതായിരിക്കും ആൻസർ വരിക? ഓക്കെ, സോ ഏതായിരിക്കും ആൻസർ വരിക? O2 മൈനസ്, then F മൈനസ്, Na പോസിറ്റീവ്, Mg2 പോസിറ്റീവ് അല്ലെ. ആൻസർ എ ആണ് അതിന്റെ ആൻസർ വരുന്നത്. എ ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following elements has highest first ionization? ഏറ്റവും ഫസ്റ്റ് അയണൈസേഷൻ പറഞ്ഞാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ക്വസ്റ്റിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ മൊത്തം വായിച്ച് നോക്കണം കേട്ടോ. ചില സമയത്ത് നിങ്ങൾ ഈ ഹയസ്റ്റും കാണും, അയണൈസേഷൻ എൻതാൽപ്പിയും കാണും. ഇത് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ കാണത്തില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇത് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കണം. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കും. ഓക്കെ, സോ ഏതിനായിരിക്കും? ഉറപ്പായിട്ടും നൈട്രജൻ ആയിരിക്കും അല്ലെ. സോ ഇയാളുടെ കേസിൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ നിങ്ങൾക്ക് P2 കോൺഫിഗറേഷൻ ആണ് വരാനായിട്ട് പോവാം. ഈ ഒരു കേസിൽ നമുക്ക് P3 കോൺഫിഗറേഷൻ ആണ് വരാനായിട്ട്. P3 കോൺഫിഗറേഷൻ ആണ്. ഈ ഒരു കേസിനകത്ത് നമുക്ക് P4 കോൺഫിഗറേഷൻ അല്ലെ. 1 2 3 4 P4 കോൺഫിഗറേഷൻ ആണ്. ഇത് നമുക്ക് P1 കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പൊ ഏറ്റവും ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഇയാൾ ഹാഫ് ഫിൽഡ് ആണ്. സോ ഹാഫ് ഫിൽഡ് ആയതുകൊണ്ട് തന്നെ മാക്സിമം അയണൈസേഷൻ താല്പര്യം വരാനായിട്ട് പോകുന്നത് നമ്മുടെ നൈട്രജൻ ആയിരിക്കും. ഇവിടുത്തെ മാക്സിമം അയണൈസേഷൻ താല്പര്യം വരാനായിട്ട്. ഏറ്റവും മിനിമം വരാനായിട്ട് പോകുന്നത് ഇയാൾക്കായിരിക്കും മിനിമം അയണൈസേഷൻ എനർജി വരാനായിട്ട്. മിനിമം അയണൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറക്റ്റ് ഓർഡർ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയുടെ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്.
ഓൾറെഡി നമ്മുടെ എക്സാമിന് ചോദിച്ചത് തന്നെയാണ് അല്ലെ. ഏതായിരിക്കും വരാനായിട്ട് പോവാം? ഉറപ്പായിട്ടും ഫ്ലോറിൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ, ദെൻ ഫ്ലോറിൻ, ദെൻ ബ്രോമിൻ, ദെൻ അയഡിൻ. ഞാൻ പറഞ്ഞല്ലോ ഈ ഓർഡറിനെ ബേസ് ചെയ്ത് തന്നെ 3 തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ഓർത്തിരിക്കുക ഒരു ഓർഡർ. ബി ആണ് അതിന്റെ ആൻസർ വരുന്നത്. ബി ആണ് അതിന്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why the electronegativity of fluorine is less than that of fluorine? റീസൺ എന്താണെന്നുള്ളതാണ്. why the electro affinity of fluorine is less than that of fluorine? റീസൺ നോക്കുക. ഓപ്ഷൻ വായിച്ച് നോക്കണം. ഓപ്ഷൻ വായിച്ച് നോക്കിയിട്ട് ആൻസർ. എന്താണ്? the compact 2p subshell of the fluorine causes high electron repulsion അല്ലെ. ആൻസർ വരുന്നത് ബി ആണ് അതിന്റെ ആൻസർ വരുന്നത്. ബി ആണ് അതിന്റെ ആൻസർ. ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇച്ചിരി സ്പീഡിലാണ് പോകുന്നത്, അത് എനിക്കും അറിയാം. ചിലർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെന്ന് എനിക്കറിയാം. ബട്ട് നിങ്ങൾ സ്പീഡിൽ ആലോചിക്കാൻ വേണ്ടിയാണ് അങ്ങനെ സ്പീഡ് ഞാൻ പോകുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് പിന്നീട് നിങ്ങൾ നോക്കിയാലും മതി. ഓക്കെ, നെക്സ്റ്റ്, ഡൗൺ എ മെയിൻ ഗ്രൂപ്പ് പീരിയോഡിക് ടേബിൾ ദ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഡൗൺ ദ ഗ്രൂപ്പ് ഇലക്ട്രോൺ നെഗറ്റീവ്, പ്രത്യേകം നോക്കണം. ഡൗൺ എ മെയിൻ ഗ്രൂപ്പ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിക്ക് എന്താ സംഭവിക്കാനായിട്ട് പോകും? ഡിക്രീസ് അല്ലെ. ഡിക്രീസ് ആണ് അല്ലെ. ഡിക്രീസസ് ആണ് അവിടെ സംഭവിക്കാനായിട്ട്. ഡിക്രീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the Pauling scale of electronegativity is based on. Pauling scale ഞാൻ പറഞ്ഞിരുന്നു. Pauling scale എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അത് ബോണ്ട് ഡിസോസിയേഷൻ എനർജിയെ ബേസ് ചെയ്തിട്ടാണ്. എ ആണ് ബേസ് ചെയ്തിട്ടാണ്. then അയണൈസേഷൻ എനർജിയും ഇലക്ട്രോൺ അഫിനിറ്റിയും ബേസ് ചെയ്തിട്ടുള്ളത് ഏതാണ്? നമ്മുടെ മുള്ളിക്കനാണ് അല്ലെ. മുള്ളിക്കൻ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ആണ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളത്. then ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺസ്, ഇതെന്ന് പറയുന്നത് ഇസഡ് എഫക്റ്റീവ് ആണ്. സോ ഇത് നമ്മുടെ ആൽഫ്രഡ് റോക്കെ സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് കേട്ടോ. ആൽഫ്രഡ് റോക്കെ സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി. സോ നെക്സ്റ്റ് അക്കോർഡിംഗ് ടു മുള്ളിക്കൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് as എന്താണെന്നുള്ളതാണ് അല്ലെ. എന്താണെന്നുള്ളത് പറയാമോ? മുള്ളിക്കൻ സ്കെയിലിലെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആവറേജ് ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെ. ഞാൻ പറഞ്ഞിരുന്നു ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോൺ അഫിനിറ്റിയുടെയും അയണൈസേഷൻ എനർജിയും കൂടെ ആവറേജ് ആണ് അക്കോർഡിംഗ് ടു മുള്ളിക്കൻ. ഓക്കെ, ഡി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ? നോക്കുക, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ ഇവരുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും വരാനായിട്ട് പോവാ? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി നിങ്ങൾക്ക് അറിയാം, ഇങ്ങോട്ട് വരുന്ന അനുസരിച്ച് കൂടാനായിട്ടാണ് പോവാ. സോ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ അല്ലെ. ആൻസർ ഡി ആണ് അതിന്റെ ആൻസർ വരാനായിട്ട് പോവാ. ഡി ആണ് അതിന്റെ ആൻസർ വരാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the fluorine exhibits an anomalous oxidation state compared to other halogens because ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾക്ക് അറിയാം. ഫ്ലൂറിന്റെ കേസിൽ അയാൾ ഈ പറയുന്ന പോലെ എന്താണ് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കാനായിട്ട് പോവാ. സോ ബേസിക്കലി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഷോസ് ഓൺലി -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ബാക്കിയുള്ള ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ വേറെ ഓക്സിഡേഷൻ ഒന്നും കാണിക്കത്തില്ല എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ലിഥിയം ഫോംസ് പ്രിഡോമിനന്റ്ലി കോവലന്റ് കോമ്പൗണ്ട്സ് അൺലൈക്ക് അതർ ആൽക്കലി മെറ്റൽസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ്. എന്താണ് അതിന്റെ റീസൺ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിരുന്നു ലിഥിയം ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ആളാണ്. സോ അതുകൊണ്ട് തന്നെ അയാള് അയോണിക് ക്യാരക്ടർ കാണിക്കത്തില്ല. ഇയാള് കോവലന്റ് ക്യാരക്ടർ ആയിരിക്കും കാണിക്കാനായിട്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അത് ഹൈ പോളറൈസിംഗ് പവർ മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത്. സോ ഹൈ പോളറൈസിംഗ് പവർ ഡ്യൂ ടു സ്മോൾ സൈസ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരുന്നത്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഫജാൻസ് റൂളും ഒക്കെ നമ്മൾ പഠിക്കും. ബട്ട് ഇന്നത്തേനകത്ത് നമ്മളതൊന്നും പഠിച്ചില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ആൻസർ ചെയ്യാനായിട്ട് ഫജാൻസ് റൂൾ നമ്മൾ പഠിക്കുന്നുണ്ട്, നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നെക്സ്റ്റ്, വിച്ച് പെയർ ഓഫ് എലിമെന്റ്സ് എക്സിബിറ്റ് ഡയഗണൽ റിലേഷൻഷിപ്പ്? ഏത് പെയറാണ് ഇതിനകത്ത് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. ലിഥിയം ആൻഡ് മഗ്നീഷ്യം ഓൾറെഡി നമ്മൾ പറഞ്ഞത് തന്നെയാണ് ലിഥിയം ആൻഡ് മഗ്നീഷ്യം. നെക്സ്റ്റ്, the Z effective is experienced by the valence electrons across the left to right പോകുന്ന സമയത്ത് Z effectiveന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് Z effectiveന് എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞിരുന്നു ഇയാള് സൈസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. നമ്മുടെ സൈസിന് ഇയാൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞിരുന്നു. സോ സൈസ് ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് കുറവാണ്. അപ്പോൾ Z effective എന്തായിരിക്കും? കൂടാനായിട്ടായിരിക്കും അല്ലെ. ഇൻക്രീസസ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരുന്നത്. ഇൻക്രീസ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരുന്നത്. ബി ആണ് അതിന്റെ ആൻസർ. ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ലൈറ്റേഴ്സ് റൂൾ ഈസ് യൂട്ടിലൈസ്ഡ് ടു എസ്റ്റിമേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പാരാമീറ്റേഴ്സ്? നോക്കുക, നിങ്ങൾ പല റൂൾസ് പഠിക്കുന്നുണ്ട്. നമ്മളെ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസിനകത്ത് ഹാഫ് ബാർ റൂൾ, പൗലീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹാൻസ് റൂൾ ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഈ സ്ലൈറ്റേഴ്സ് റൂൾ എന്ന് പറയുന്നത് ഇസഡ് എഫക്റ്റീവ് ഉണ്ടല്ലോ, ഇസഡ് എഫക്റ്റീവ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് സ്ലൈറ്റേഴ്സ് റൂൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ സിലബസിനകത്തില്ല, നെറ്റിനൊക്കെ പഠിക്കുന്നവർക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയാം. ആ സ്ലൈറ്റേഴ്സ് റൂൾ എങ്ങനെയാണ് നമ്മൾ ഇസഡ് എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു ഇസഡ് മൈനസ് സിഗ്മ എന്ന് പറയുന്ന ഇക്വേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. സോ ഇവിടുത്തെ ഇസഡ് എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ ആണ്, സിഗ്മ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ക്രീനിങ് കോൺസ്റ്റന്റ് എന്നാണ് എന്നെ വിളിക്കാൻ.
കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പം സ്ലൈറ്റേഴ്സ് റൂൾ എന്ന് പറയുന്നത് എന്തിനെ കണ്ടുപിടിക്കാനാണ്? സ്ക്രീനിങ് കോൺസ്റ്റന്റും അതുപോലെ തന്നെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഇക്വേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇസഡ് എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു ഇസഡ് മൈനസ് സിഗ്മ എന്നുള്ളതാണ്. സോ ഇസഡ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആണ്. സിഗ്മ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ക്രീനിങ് കോൺസ്റ്റന്റ് ആണ്. സോ ഞാൻ പറഞ്ഞത് മാത്തമാറ്റിക്കലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ്. നമുക്ക് നമ്മുടെ സിലബസിനകത്തില്ല, ബട്ട് എന്താണ് ഈ പറയുന്ന എന്താണ് നിങ്ങൾ നെറ്റിനൊക്കെ പഠിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് സ്ലൈറ്റേഴ്സ് റൂൾ അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാനായിട്ടൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, സോ എന്തായാലും ആൻസർ വരുന്നത് ബി ആണ്, ഓർത്തിരിക്കുക. സോ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് നമ്മുടെ സ്ലൈഡിനകത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പോയിന്റ് നിങ്ങൾ നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് പോയിന്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ജനറൽ ദ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി ഇൻക്രീസസ് അക്രോസ് എ പീരീഡ് ബിറ്റ്വീൻ ബെർലിയം ആൻഡ് ബോറോൺ. ബെർലിയത്തിനെയും ബോറോണിനെയും കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്. അവരൊരു സ്പെഷ്യൽ കേസാണ് ഞാൻ പറഞ്ഞിരുന്നു. അവരുടെ ഒരു കോൺഫിഗറേഷൻ ഞാൻ പറഞ്ഞു. എന്ത് ഡൗട്ട് വന്നാലും അവരുടെ കോൺഫിഗറേഷൻ എഴുതി നോക്കുക. ബെർലിയത്തിന്റെ കേസിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, 2s2 കോൺഫിഗറേഷൻ. ഇയാൾക്ക് 2s2 2p1, അതായത് ഈ 2p1 ഇലക്ട്രോണെ വിട്ടു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇയാളുടെ സ്റ്റേബിൾ കോൺഫിഗറേഷനിലേക്ക് പോകും. അപ്പൊ ബെർലിയത്തിനായിരിക്കും ഹയർ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി ദാൻ ദ ബോറോൺ എന്നുള്ളത് അല്ലെ. ആൻസർ വരുന്നത് എന്താണ്? ആൻസർ വരുന്നത് എ ആണ് അതിന്റെ ആൻസർ വരുന്നത് അല്ലെ. ആൻസർ വരുന്നത് എ ആണ് അതിന്റെ ആൻസർ വരുന്നത്. എ ആണ് അതിന്റെ ആൻസർ വരുന്നത്. ബെർലിയം ഹാസ് ദ ഹയർ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി ദാൻ ബോറോൺ എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരുന്നത്. Okay, so next question, which of the following chalcogens has the highest first electron gain enthalpy? പറഞ്ഞോ. ഓക്കെ, ഇവിടെ നമുക്ക് സാധാരണ ഹാലജൻസിന്റെ കേസിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പക്ഷെ ഹാലജൻസ് മാത്രമല്ല, ചാൽക്കോജൻസും നൈട്രജൻ ഫാമിലിയും ഒക്കെ ചോദിക്കാം. അവിടെ നിങ്ങൾ ഓർത്തിരിക്കണം, നിങ്ങൾ ഓക്സിജനും സൾഫറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സൾഫറിനാണ് കൂടുതൽ, ഓർത്തിരിക്കണം, സൾഫറിനാണ് കൂടുതൽ വരാനായിട്ട്. ഓക്കെ, സോ അതാണ് എന്റെ ആൻസർ വരാനായിട്ട്. നെക്സ്റ്റ്, എ കാറ്റോൺ ഈസ് ഓൾവേസ് സ്മോളർ ദാൻ ഇറ്റ്സ് പേരന്റ് ന്യൂട്രൽ ആറ്റം ബിക്കോസ്. എന്താണ് അതിന്റെ റീസൺ എന്നുള്ളതാണ് ചോദിച്ചത്. effective nuclear charge increases as the electron repulsion decreases അല്ലെ. ആൻസർ വരുന്നത് ബി ആണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആനോണിന്റെ കേസിൽ ചോദിക്കും. ആനോൺ ഈസ് ഓൾവേസ് ലാർജർ ദാൻ ദ പേരന്റ് ന്യൂട്രൽ ആറ്റം ബിക്കോസ്. എന്തുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കും. എന്താണെന്ന് പറയാമോ? റീസൺ എന്താണെന്നുള്ളത് ഉറപ്പായിട്ടും എന്താണ്? ആനോണിന്റെ കേസിൽ ഇൻക്രീസ്ഡ് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ആണ്, കാറ്റോണിന്റെ കേസിൽ ഡിക്രീസ്ഡ് ഇലക്ട്രോണിക് റിപ്പൾഷൻ ആണ്. ആ ഒരു കറക്റ്റ് ആയിട്ട് റീസൺ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. എ ആണ് അതിന്റെ ആൻസർ വരുന്നത്. എ ആണ് നിങ്ങളുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇമ്പോർട്ടന്റ്, നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഇതിന്റെ ആൻസർ പറയാമോ? ദ കറക്റ്റ് ഓർഡർ ഓഫ് നോക്കുക, സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ. അത് കറക്റ്റ് ആയിട്ട് അതിന്റെ കോൺഫിഗറേഷൻ എഴുതി നോക്കി വേണം അത് ചെയ്യാനായിട്ട്. കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ. തെറ്റിക്കരുത്. നോക്കുക, ബി ആണോ? ബി ആണോ? ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. സോ കാർബണിന്റെ കേസിൽ 2p2 കോൺഫിഗറേഷൻ, നൈട്രജന്റെ കേസിൽ 2p3 കോൺഫിഗറേഷൻ, ഓക്സിജന്റെ കേസിൽ നോക്കുക 2p4 കോൺഫിഗറേഷൻ ആൻഡ് ഫ്ലൂറിന്റെ കേസിൽ നോക്കുക നിങ്ങൾക്ക് 2p5 കോൺഫിഗറേഷൻ ആണ് വരാനായിട്ട്. ഓക്കെ, 2p5 കോൺഫിഗറേഷൻ ആണ് ഈ ഒരു കേസിൽ വരാനായിട്ട്. ഓക്കെ, നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ, ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി ആണെങ്കിൽ ഉറപ്പായിട്ടും അത് നൈട്രജൻ ആയിരിക്കും, ഉറപ്പായിട്ടും അത് ഫ്ലൂറിൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ വരാനായിട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് നൈട്രജൻ, അത് കഴിഞ്ഞിട്ട് ഓക്സിജൻ, അത് കഴിഞ്ഞിട്ട് കാർബൺ ആണ് വരാനായിട്ട്. പക്ഷെ നിങ്ങളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് അയണൈസേഷൻ എന്താൽപിയാണ്. അതായത് ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ പോയി, കാർബൺ എന്ന് പറയുന്നത് ആരായിട്ട് മാറി? 2p1 ആയിട്ട് മാറുന്നു. നൈട്രജൻ എന്ന് പറയുന്നത് 2p3 ആയിരുന്നത് 2p2 ആയിട്ട് മാറുന്നു. ഓക്സിജൻ എന്ന് പറയുന്നത് 2p4 എന്ന് പറയുന്നത് 2p3 ആയിട്ട് മാറുന്നു. ദെൻ ഫ്ലൂറിൻ എന്ന് പറയുന്നത് 2p5 എന്നുള്ളത് 2p4 ആയിട്ട് മാറും. നോക്കുക, ഇതാണ് ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ സെക്കൻഡ് അയണൈസേഷൻ എനർജി ഏറ്റവും കൂടുതൽ വരാനായിട്ട് പോകുന്നത് ഓക്സിജൻ ആണ്. അങ്ങനത്തെ എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുക. ഇവിടെ ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഓക്സിജൻ ഉണ്ട്. ബാക്കി രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തേക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക, അത് കഴിഞ്ഞിട്ട് വരാൻ സാധ്യതയുള്ളത് നിങ്ങൾ ഇവിടെ കണ്ടു. ഇവിടെ ഇത് P4ഉം ഇത് P5 ആയിരുന്നു, ഇത് P3 ആയിരുന്നു. P3 കഴിഞ്ഞാൽ പിന്നെ P4 ആണ് വരേണ്ടത് അല്ലെ. സോ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നൈട്രജൻ ആണ് വരാനായിട്ട് പോവുക അല്ലെ. നൈട്രജൻ ആണ് വരാനായിട്ട് പോവുക. സോ അത് കഴിഞ്ഞിട്ട് ആയിരിക്കും എന്ത് വരാനായിട്ട് പോവുക? ഫ്ലൂറിൻ വരാനായിട്ട് പോവുക. ദെൻ കാർബൺ വരാനായിട്ട് പോവുക. ദെൻ ആ രീതിയിലല്ലേ വരിക? നിങ്ങൾക്ക് അങ്ങനെയാണോ കിട്ടിയത്? ആ രീതിയിലാണോ നിങ്ങൾക്ക് കിട്ടിയത്? ഓക്കെ, ബി. ഓക്കെ, സോറി.
സോറി ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ് രണ്ടാമത് നോക്കേണ്ട ഫാക്ടർ കേട്ടോ. സോറി ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നോക്കാനായിട്ട് പോവാ. ഈവൻ ദോ ഇവിടെ P5 കോൺഫിഗറേഷൻ മാറി P4 ആകുന്ന സമയത്തും എന്ത് സംഭവിക്കുന്നുണ്ട്, ഇയാൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ട്. 4ന്റെ കേസിൽ ഇയാൾക്ക് എന്തുണ്ട്, F പോസിറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്, ബട്ട് സ്റ്റിൽ ഇയാൾ എന്താണ്, ഇലക്ട്രോ നെഗറ്റീവ് ആണ്. സോ ഇലക്ട്രോ നെഗറ്റീവ് എന്നുള്ള കൺസെപ്റ്റ് കൂടെ വരുന്നതുകൊണ്ട് ഉറപ്പായിട്ടും ഓക്സിജൻ കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ തന്നെ ഫ്ലൂറിൻ തന്നെയാണ് വരാനായിട്ട് പോവാ. സോ നൈട്രജൻ അല്ല. സോ നിങ്ങൾക്ക് ഈ രണ്ട് ഓപ്ഷൻ വരുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓക്സിജൻ കഴിഞ്ഞിട്ട് ഫ്ലൂറിൻ എടുക്കാം, നൈട്രജൻ അല്ല വരാനായിട്ട് പോവാ. സോ ഫ്ലൂറിൻ ദെൻ നൈട്രജൻ ദെൻ കാർബൺ അല്ലെ, ആ ഒരു കോൺഫിഗറേഷൻ നോക്കിയപ്പോൾ മാറിപ്പോയതാണ്. സോ കറക്റ്റ് ആയിട്ട് ഓക്സിജൻ ഫ്ലൂറിൻ നൈട്രജൻ കാർബൺ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും വരാനായിട്ട്. ബി ആയിരിക്കും അതിന്റെ ആൻസർ. ബി ആണ് അതിന്റെ. സോ ഇത് സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പിയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇതുപോലെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സെക്കൻഡും ഒക്കെ ചോദിക്കും. സോ ഫസ്റ്റും സെക്കൻഡും ആണ് നോർമലി നമുക്ക് അത് രണ്ടേ ചോദിക്കത്തുള്ളൂ, ബട്ട് സ്റ്റിൽ ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ എലമെന്റ്സ് ആർ പോസിറ്റീവ് അല്ലെങ്കിൽ നിയർ സീറോ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ആർക്കാണ് വരുന്നത്? താഴെ തന്നിരിക്കുന്നതിനകത്ത് ആർക്കാണ് വരുന്നത്? ഓക്കെ, ഓൾറെഡി ഞാൻ ആ ഒരു ടേബിൾ നിങ്ങൾ കണ്ടു കാണും. സോ അതിനകത്ത് നോബിൾ ഗ്യാസിനാണ് ആ ഒരു പർട്ടിക്കുലർ എന്നാണ് ഈ പറയുന്ന പോസിറ്റീവ് അല്ലെങ്കിൽ സീറോ ഇത് വരാനായിട്ട്. ഓക്കെ, സീറോ ഇത് വരാനായിട്ട്. ഓക്കെ, ബി എന്ന് ആരാ പറഞ്ഞത്? ബി അല്ല, സി ആണ് കേട്ടോ, നോബിൾ ഗ്യാസ്. നോബിൾ ഗ്യാസ് ആണ് വരാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൽഫ്രഡ് റോക്കെ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ഇവാലുവേറ്റ്സ് ഇലക്ട്രോനെഗറ്റിവിറ്റി ബേസ്ഡ് ഓൺ, എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളതാണ് ആൽഫ്രഡ് റോക്കെ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ. ഞാൻ പറഞ്ഞിരുന്നു ഇസഡ് എഫക്റ്റീവും അതുപോലെ തന്നെ ആർ കോവലന്റ് റേഡിയസിന് സ്ക്വയറിനെയും അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, സോ ഈ ഒരു കേസിനകത്ത് ഓർത്തിരിക്കുക എന്താണ് ഇലക്ട്രോ സ്റ്റാറ്റിക് ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദ ന്യൂക്ലിയസ്, അതിനെയാണ് നമ്മൾ ഇസഡ് എഫക്റ്റീവ് എന്ന് വിളിക്കാനായിട്ട് പോവാ. സോ സി ആണ് അതിന്റെ ആൻസർ പറഞ്ഞത്. സി ആണ് അതിന്റെ ആൻസർ പറഞ്ഞത്. ഓക്കെ, ബോണ്ട് എനർജി ആണെങ്കിൽ അത് പൗളിംഗ്, ബോണ്ട് എനർജി ആണെങ്കിൽ അത് പൗളിംഗ് ആയിരിക്കും. ദെൻ ഇലക്ട്രോ അയനൈസേഷൻ എനർജി ഇലക്ട്രോൺ അഫിനിറ്റി ആണെങ്കിൽ അത് ആരായിരിക്കും? നമ്മുടെ മുള്ളിക്കണായിരിക്കും അല്ലെ, ഇത് നമ്മുടെ മുള്ളിക്കണായിരിക്കും. ഓക്കെ, മുള്ളിക്കണായിരിക്കും വരാനായിട്ട്. ഓക്കെ, സോ അതാണ് നമ്മുടെ കേസ്. നെക്സ്റ്റ്, സിമിലാരിറ്റി ഇൻ ദ പ്രോപ്പർട്ടീസ് ബിറ്റ്വീൻ എലമെന്റ്സ് ഷോ ഡയഗണൽ റിലേഷൻഷിപ്പ് അറൈസസ് ഫ്രം ദെയർ സിമിലർ എന്താന്നുള്ളതാണ്. ഞാൻ ഒരു 4 റീസൺ നിങ്ങളോട് പറഞ്ഞിരുന്നു. സോ ഓൾറെഡി നമ്മൾ 2 റീസണെ കുറിച്ച് പറഞ്ഞിരുന്നു. അവിടെ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ചാർജ് ടു സൈസ് റേഷ്യോ അല്ലെ, അവരുടെ അയണൈസേഷൻ അയണിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ചാർജ് ടു സൈസ് റേഷ്യോ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. സി ആണ് അതിന്റെ ആൻസർ വരുന്നത്. സി ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്രീനിങ് എഫക്ട് ആണ്. സോ സ്ക്രീനിങ് എഫക്ട് ഒക്കെ നിങ്ങൾക്ക് അറിയാം, ജനറൽ ഓർഡർ അറിയാം, നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യാൻ വേണ്ടി തന്നുള്ളേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ വരുന്നത് എസിനാണ്, ദെൻ പി, ദെൻ ഡി, ദെൻ എഫ് എന്നാണ് സ്ക്രീനിങ് എഫക്റ്റിന്റെ ഓർഡർ വരുന്നത്. ബി ആണ് അതിന്റെ ആൻസർ വരുന്നത്. ബി ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ്, നൈട്രജൻ ഹാസ് ഹയസ്റ്റ് ഫസ്റ്റ് അയനൈസേഷൻ എന്താൽപ്പി ദാൻ ഓക്സിജൻ. എന്താണ് അതിന്റെ റീസൺ എന്നുള്ളതാണ്. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഡ്രഗ്സ് കൺട്രോളർ അല്ല, വേറൊരു ടെക്നിക്കൽ അസിസ്റ്റന്റ് ചോദിച്ച ഒരു ചോദ്യം അല്ലെ. എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ദ ഹാഫ് ഫീൽഡ് അല്ലെ, ഹാഫ് ഫീൽഡ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്ട്രാ സ്റ്റെബിലിറ്റി മൂലമാണ് അത് സംഭവിക്കുന്നത്. ആൻസർ എ ആണ് വരാനായിട്ട്. ആൻസർ എ ആണ് വരാനായിട്ട്. നെക്സ്റ്റ്, ബെറിലിയം റിസംബിൾസ് അലൂമിനിയം ബിക്കോസ് ബോത്ത് ഓഫ് ദെയർ ഓക്സൈഡ്സ് ആർ. ഞാൻ ഓക്സൈഡിന്റെ ക്യാരക്ടർ അവസാനം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് അലൂമിനിയത്തിന് എന്തായാലും ഓർമ്മ കാണും. സോ അലൂമിനിയത്തിന്റെ ഓർമ്മയുണ്ടെങ്കിൽ ബെറിലിയത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. രണ്ടുപേരും എന്താണ്? ആംഫോട്ടറിക് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. അവർ രണ്ടുപേരും എന്താണ്? ആംഫോട്ടറിക് ആണ്. എ ആണ് അതിന്റെ ആൻസർ വരാനായിട്ട്. എ ആണ് അതിന്റെ ആൻസർ വരാനായിട്ട്. എ ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ദ പീരിയോഡിക് നമ്പർ കറസ്പോണ്ട്സ് ടു, സോറി ദ പീരീഡ് നമ്പർ, പീരിയോഡിക് നമ്പർ അല്ല, പീരീഡ് നമ്പർ കറസ്പോണ്ട്സ് ടു. നിങ്ങൾ നോക്കുക, മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത് പീരീഡ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ കോണ്ടന്റ് നമ്പേഴ്സ് വെച്ചിട്ടാണ് പറയാനായിട്ട് പോകുക. മാക്സിമം പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ വരുന്നതിനെയാണ് നമ്മൾ പീരീഡ് നമ്പർ എന്ന് വിളിക്കാനായിട്ട് പോകുക. ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് പീരീഡ് ഐഡന്റിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. സോ ആൻസർ വരുന്നത് ബി ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ്, ദ ടെൻഡൻസി ഓഫ് ആൻ ആറ്റം ഇൻ കോവലന്റ് മോളിക്യൂൾ ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. അതിനെ എന്തെന്നാണ് വിളിക്കാനായിട്ട് പോകുന്നതാണ്? ദ ടെൻഡൻസി ഓഫ് ആൻ ആറ്റം ഇൻ കോവലന്റ് മോളിക്യൂൾ ടു അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. അട്രാക്ട് ചെയ്യുന്നതിനെ നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്നാണോ, ഇലക്ട്രോൺ അഫിനിറ്റി എന്നാണോ, സ്ക്രീനിങ് എഫക്ട് എന്നാണോ, അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്നാണോ വിളിക്കാനായിട്ട് പോവാം? ഉറപ്പായിട്ടും അതിനെ നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നാണ് വിളിക്കാനായിട്ട്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നാണ് വിളിക്കാനായിട്ട്. നെക്സ്റ്റ്, ദ മെൻഡലീസ് പീരിയോഡിക് ലോ വാസ് മോഡിഫൈഡ് ഇൻ ടു മോഡേൺ പീരിയോഡിക് ലോ ഫോളോയിങ് ദ വർക്ക് ഓഫ് വിച്ച് സയന്റിസ്റ്റ്? ഏത് സയന്റിസ്റ്റ് ആണത് ഈ പറയുന്ന പോലെ ഇതാക്കി എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ മെൻഡലീന്റെ പീരിയോഡിക് ലോ മോഡിഫൈ ചെയ്ത് മോഡേൺ പീരിയോഡിക് ലോ ആക്കിയത് ആരാ? നമ്മുടെ ഹെൻറി മോസ്ലി ആണ് ആ ഒരു പർട്ടിക്കുലർ കോൺട്രിബ്യൂഷൻ ചെയ്തത്. ഞാൻ പറഞ്ഞിരുന്നു മോഡേൺ പീരിയോഡിക് ലോ ആയിട്ട് ബന്ധപ്പെട്ട് ഹെൻറി മോസ്ലിയുടെ കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ആ ലെവോസിയർ, അത് കഴിഞ്ഞിട്ട് വരുന്ന ട്രയാഡ്, ഡൊബേനിയർ ട്രയാഡ്, ദെൻ ചാർക്കോട്ടിസ്, ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒപ്റ്റീസ്, ലോഥർമെയർ, മെൻഡലീവ്, അതുപോലെ ഹെൻറി മോസ്ലി. സോ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഓക്കെ,
സോ അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾ ഓൾറെഡി സാച്ചുറേറ്റ് ആയി, കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്തൊന്നും ബേസിക് ആയിട്ടില്ല. അത്രയും തന്നെയൊക്കെ നമുക്ക് പറയാനായിട്ടുള്ളൂ. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ഒരു സെഷനകത്ത് ഞാൻ ഇത്രയുമാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, സോ താങ്ക് യു. നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ സെഷൻ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, നിങ്ങളുടെ കമന്റ് ആയിട്ട് നിങ്ങൾ കമന്റ് ബോക്സിനകത്ത് ഇടുവാണെങ്കിൽ നല്ലതായിരുന്നു. അത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു മോട്ടിവേഷൻ അല്ലെ. സോ അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. നമ്മൾ ഇപ്പോൾ വളരെ ലോയിലാണ് നിൽക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും, ഹൈയിലേക്ക് നമ്മൾ പോകും. സോ അതുകൊണ്ട് നിങ്ങളും അങ്ങനെ പറന്ന് നിൽക്കണം. ഓക്കെ, സോ നിങ്ങൾ ഇതിനകത്ത് കുറച്ച് പേരെങ്കിലും ബി എഡ് പഠിച്ച ആൾക്കാരായിരിക്കും. അപ്പോൾ ബി എഡ് പഠിക്കുന്ന നിങ്ങൾക്കറിയാം, നമ്മൾ എപ്പോഴും നമ്മുടെ സ്ട്രാറ്റജി, ലേണിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്, സിമ്പിൾ ടു കോംപ്ലക്സ് അല്ലെ, സിമ്പിൾ ടു കോംപ്ലക്സ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ ഇന്നൊരു ചെറിയ ടോപ്പിക്കാണ് പഠിച്ചത്. പക്ഷെ ചെറിയ ടോപ്പിക്ക് പഠിച്ചെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെയാണോ കാര്യങ്ങൾ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോയിന്റ്, നിങ്ങൾ പഠിച്ചതിൽ നിന്നും എന്തെങ്കിലും ഒരു പോയിന്റ് എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഓക്കെ, സോ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ വാട്ട പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാതിരിക്കാം, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന പോലെ ഓർമ്മയിൽ വരണമെന്നില്ല. സോ നിങ്ങളുടെ ഒന്ന് ഓർമ്മയെ ഉത്തേജിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ വിചാരിക്കരുത് ഇനിയും പോകുന്ന സെഷൻസ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. സ്പീഡ് കൂടും, ക്വസ്റ്റ്യൻസിന്റെ സ്വഭാവം മാറും. സിമ്പിൾ ടോപ്പിക്കിന് ഈ രീതിയിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക. ദെൻ ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം കളക്ട് ചെയ്യണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇനി വരുന്ന ഞാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കുറെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ തരാം.